നിങ്ങൾ അങ്ങനെ കയറിയത്? നിങ്ങൾ അങ്ങനെ കയറിയത്? നിങ്ങൾ കണ്ടില്ലേ, വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. ഭയതരംശം വിഭവ സിന്ധു ഭുവനതങ്കം ഭരണരംഗി വിഭവ സിന്ധു ഭുവനരംഗം ഭരണരംഗി ധീവര പ്രസര സൈന്യധാര ഉത്സര സ്ഥിരഗംഭീര ധീവര പ്രസര സൈന്യധാര ഉത്സര സ്ഥിരഗംഭീര നന യുവ 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 യുവന ഹൈ. പോയി കണ്ടില്ലേ ഹെവി സംഭവമാണ്. ഒരു രക്ഷയില്ലാത്ത കണക്ട് ചെയ്തോ. കണ്ടില്ലേ, വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. കണ്ടില്ലേ, വളരെ റിസ്കി ആയിട്ടുള്ള സ്പോട്ടാണ്. എന്റെ അമ്മോ, ഹെവി സ്പോട്ടാണ്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. സോ അഡ്വഞ്ചറസ്. എനിക്ക് തോന്നുന്ന കോവിച്ച് മറ്റേ റിസ്ക് ആണെന്ന് തോന്നുന്നത്. പറഞ്ഞു വന്ന് കണ്ടപ്പോഴേ മനസ്സിലായി കേട്ടോ. ഞാൻ നേരത്തെ അവിടെ നിന്ന് വന്നപ്പോൾ ക്യാമറ ചാർജിലായിരുന്നു. ഞാൻ ചാർജ് കുത്തിയിട്ടിരുന്നു. ആ സമയത്തുള്ള ഷൂട്ട് ചെയ്തില്ല. തിരിച്ചു പോകാൻ കാണാൻ പറ്റുമായിരിക്കും. തിരിച്ചെങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾ അങ്ങനെ കയറിയത്? നിങ്ങൾ അങ്ങനെ കയറിയത്? നിങ്ങൾ അങ്ങനെ കയറി സമ്മതിക്കണം കേട്ടോ. ഇത് കുറച്ച് ടാസ്ക് തന്നെ. ശീലമായല്ലേ, ശീലമായതുകൊണ്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ തറവാടാണ്. എന്തോ അയവായിരുന്നാണോ അല്ലേ അന്നൊക്കെ? അതെ,
കണ്ടായിരുന്ന അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് വലിച്ചെറിഞ്ഞ് ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും. ബിക്കോസ് വലിയ തെറ്റ്. ഇവിടുത്തെ ആ ഒരു ഭംഗി മുഴുവൻ എടുത്ത് നശിപ്പിച്ചോ. കൊമ്പും കൊമ്പം കുപ്പിച്ചു ഒത്ത് പന്നന്മാർ, ഓരോ പന്നന്മാരാണ് ഈ പണി കുപ്പിച്ചത്. ഒരിക്കലും ചെയ്തു. തെറ്റ് 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 തെറ്റ്. ഓ ശുക്ർ സഫയ്യ ആശ സഹയ്യ زون 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 زون. ഓ ശുക്ർ സഫയ്യ. ഓഹോ ഫ്രണ്ട്സ് കണ്ടില്ലേ, വീട്ടിൽ നിന്ന് ശരിക്കും എന്താ കഴിച്ചിരുന്നത്? പുട്ടും കടലക്കറി കഴിച്ചിട്ടാണ് ഇറങ്ങി. അതുകൊണ്ട് കഴിച്ചില്ല. നീ ഇവിടെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ ചായ ഒക്കെ കഴിക്കാൻ. സോ നൈസ് മഴ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ ഭയതരംശം വിഭവ സിന്ധു ഭുവനതംഗം ഭരണരംഗി വിഭവ സിന്ധു ഭുവനരംഗം ഭരണരംഗി ധീവര പ്രസര സൈന്യധാര ഉത്സര സ്ഥിരഗംഭീര ധീവര പ്രസര സൈന്യധാര ഉത്സര സ്ഥിരഗംഭീര നന യുവ 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 യുവന ഹൈ. സര സ്ഥിരഗംഭീര ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പോയിടുമോ. ആരാരും കാണാതെ തൈമുല്ല പിന്നെയും പോയിടുമോ. നീടുമോ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂടുമോ. കളപ്പുര നീയും കന്നിനിലാവേ ഇനിയും വരുമോ തിരുവോണം. മുടിത്തുമ്പിലീരൻ തുളസിയുമായി ഇനിയും ഒന്ന് തൊട്ട താനെ മൂടാമോ കാതരമാ സ്നേഹഗീതം. ഒന്ന് തൊട്ട താനെ മൂടാമോ കാതരമാ. അയ്യോ അങ്ങനെ മൂന്നാം മൂട് ട്രക്കിംഗ് കഴിയാൻ പോവുകയാണെന്ന് തോന്നുന്നു.
ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളെല്ലാം ഒരേ സമയത്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം വി ആർ വാച്ചിങ് ആൻഡ് എക്സ്പ്ലോറിങ് ദിസ് പ്ലേസ്. എനിക്കുള്ള എക്സൈറ്റിങ് ആളുകൾക്കൊക്കെ അത്യാവശ്യം കിട്ടും. വാവ്, തളർന്നു പോയതുകൊണ്ടാണ് അധികം സംസാരിക്കാത്തത് ശരിക്കും പറഞ്ഞു. എൻ്റെ മുഖം വലിയ സ്പോട്ടും കാര്യങ്ങളൊക്കെ അറിയാലോ. മേലെ കിടന്ന സ്ഥലത്തിൽ അതിൻ്റെ വലിയ റിവർ ഡ്രോപ്പ് പോയിന്റ്, റിവർ ഡ്രോപ്പ് വ്യൂ പോയിന്റ്. അതിനകത്ത് എന്തുവാ എന്താ സംഭവം? കഴിഞ്ഞ സംഭവം അല്ലേ ബ്രോ? കഴിഞ്ഞ മഴയല്ലേ? മഴ മഴ മഴ. ഓ യെസ്, ഒരു എക്സ്ട്രീം ഇടയ്ക്ക് വെച്ച് കിട്ടിയില്ല. ആ സമയത്ത് ചാർജ് ചെയ്ത് ആക്കിയിട്ട് മറ്റേ തിരിച്ച് വഴി പോകുമ്പോൾ അടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ തിരിച്ച് നമ്മൾ അങ്ങോട്ടല്ല, ഇങ്ങനെ പോകണ്ട. ഇതാണ്, കണ്ടില്ലേ ദ വ്യൂ. യെസ്, ഭൂമിയിലെ ഒരു സ്വർഗം ഇവിടെയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻസും എല്ലാം ഞാൻ മൺസൂൺ ടൈമിൽ വിസിറ്റ് ചെയ്താൽ പൊളിയായിരിക്കും. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ മൂന്നാം മൂഡ് റൈഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുടെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. ഈ നാട്ടുവഴിയിലെ കാറ്റു മൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും അഞ്ഞിലി മുട്ടിലൊളിച്ചു കളിച്ചില്ലേ? ഈ നാട്ടുവഴിയിലെ കാറ്റു മൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളി കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? സോ ഇതാണ് ഞങ്ങളുടെ തിരുവനന്തപുരം, കേരള. വാവ് 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 വാവ്. തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ ഞാൻ എത്തി. നമ്മൾ ഈ വഴി ഇറങ്ങിയാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയിട്ട് റോഡ് മാർഗം നടന്ന് അവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് അവർ പോയി, നമ്പറൊക്കെ തന്ന് ബൈ ബൈ പറഞ്ഞ് അവർ പോയി. സോ ഒരാൾ യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഇനി വന്നതാണ്. പിന്നെ എന്നെ അവരിവിടെ വെച്ച് കണ്ടതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ വന്നത്, അല്ലെങ്കിൽ അവർ വരില്ല. സോ നല്ല ആൾക്കാരായിരുന്നു, അവരെ കണ്ടതുകൊണ്ടാണ് ശരിക്കും ഇത് ഇത്ര എളുപ്പമായത്. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം അതുവരെ പോകേണ്ടി വന്നത്. എങ്ങനെ ഉണ്ടോ നിങ്ങൾ തന്നെ കണ്ടായിരുന്നില്ലേ? ഇടയ്ക്ക് വെച്ച് ക്യാമറ ഓഫായ സമയത്തായിരുന്നു ഹെവി അഡ്വഞ്ചറസ് സ്പോട്ട്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ആ വഴി തന്നെ വരുമല്ലോ, അപ്പോൾ അത് കാണാൻ പറ്റും എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ അത് പോട്ടെ എന്ന് വിചാരിച്ചത്. പിന്നെ തിരിച്ച് നമ്മൾ ആ വഴിയാണ് വന്നത്. തിരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് ഈ വഴി വരാനായിട്ട് പറ്റില്ലായിരുന്നു. അവരെനിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം തന്നെ ഓൾറെഡി നിന്നത്. സോ ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ വൈബ് ആസ്വദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നിന്ന് പോകാനായിട്ട് തോന്നുന്നുണ്ട്. ഈ ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് ശരിക്കും പറഞ്ഞു. അത്രയും പൊളിയായിട്ടുള്ളൊരു സ്ഥലം. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. മഴ തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്, കണ്ടില്ലേ? ഈ ഒരു മൺസൂൺ ക്ലൈമറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ്, ഞാൻ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്, കുടയ്ക്കകത്തായിരിക്കുന്നത്. എങ്ങനെ ഉണ്ട്? സോ
தென்மதுரை வைகை நதி தினம் பாடும் தமிழ் பாட்டு. தென்மதுரை வைகை நதி தினம் பாடும் தமிழ் பாட்டு. பெய்கின்றது பெய்கின்றது பொன்மாலை நிலா, தேயாதது நம் ஆசை நிலா. இந்த வானம் போலே வாழும் பாசம். தென்மதுரை வைகை நதி தினம் பாடும் தமிழ் பாட்டு. நம்மை போல நெஞ்சம் கொண்ட அண்ணன் தம்பி யாரும் இல்லை. நன்மை போல என்னை எள்ளும் நீயும் நானும் ஓ தாய் பிள்ளை. தம்பி எந்தன் உள்ளம்தானே, அண்ணன் என்றும் பாழும் இல்லை. ஒன்றனோடுதான் உன் எண்ணம், நெஞ்சோடுதான் உன் எண்ணம். ஒன்றாக்கி நீ நம்மேலும் என் ஆசைகள் கைகூடும். இந்த நேசம் பாசம் வாழும் பாசம். தென்மதுரை வைகை நதி தினம் பாடும் தமிழ் பாட்டு. தென்மதுரை வைகை நதி. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ നെല്ലിൻ പൂങ്കരളേ, ഒറ്റയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവാ പൊന്നഴകേ. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പൊന്നെല്ലിൻ പൂങ്കരളേ, നീലച്ചവാനം വിതാനിച്ചു മിന്നിയ നിന്നിളം ചുണ്ടാലേ, പൊന്നിൻ കതിർക്കുല കൊത്തിയെടുത്തു നീ പൊങ്ങിപ്പറന്നാലോ. അക്കാണും മാമല വെട്ടി വയലാക്കി മാരിയൻ വിത്തെറിഞ്ഞേ. അക്കാര്യം നിന്റെയോ മനപ്പാട്ടിൻ്റെ ഈണമാണെൻ കിളിയേ. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പൊന്നെല്ലിൻ പൂങ്കരളേ, നീ പാട്ടൊന്നു പാടഴകേ. தொலை தூர போனதே என் மேகம், புரியாத மின் சோகம் உயிர் மேலே ஊசியிருக்கும். ஓ பிரிவாலை என்று நான் போராட, விழியோரம் நீரோடு அவன் கண்ணில் காதல் மயக்கம். உன்னழகை வெளிக்காட்டும் சரலில் என்னைப் போல செயலில் ஒரு ஜீவன் தீண்ட கண்டேனே. நெஞ்சினிலே புரியாத ஆனந்தம், எளிதான பூகம்பம் இருந்தாலும் விழியோரம் பேரானந்தம். இதயம் இதയം സുഖമാണ് കുഞ്ഞിന്. ഇതൊക്കെ സൂര്യ ആറാടിയ പാട്ടുകളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സൂര്യ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. ശരിക്കും പറഞ്ഞാൽ ദാഹിക്കുകയാണ് ചെയ്യണത്, ഇത്രയും ട്രക്കിംഗ് ചെയ്തുകൊണ്ട്, ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ട്. സോ പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല ചായയും കടികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ. ഫുഡ് വീട്ടിൽ പോയി കഴിക്കാം, ഫുഡ് ബ്ലോഗൊന്നും എടുക്കുന്നില്ലല്ലോ. സോ നല്ലൊരു ചായയും കടിയൊക്കെ കഴിക്കണമെന്നുണ്ട്, ദാഹിക്കുന്നുമുണ്ട്, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ്. വീട്ടിൽ പോയി ചായ കുടിക്കാൻ എന്നാലും പുറത്തുനിന്ന് കുടിക്കണമെങ്കിൽ അവർ ഫീല് കിട്ടത്തില്ല. പിന്നെ ചായ കുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ.
നല്ല മഴ. ഇനിയിപ്പോൾ ഇവൻ്റെ ഭാഗ്യമുണ്ട്, ഇവൻ്റെ ഒരു കഴപ്പ് കിട്ടും. BNB ഒരു കഴപ്പ് പിടിച്ചവനാണ്. അത് വളവ് വളഞ്ഞൊക്കെ പോകണ കണ്ടിട്ട് സ്പോട്ട്. ഇതെപ്പോൾ തുറക്കണം? രാവിലെ, വൈകുന്നേരം മാത്രം? എത്ര മണി വരെ ഉണ്ട്? അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ നിങ്ങളുടെ മനസ്സിനും കണ്ണിനും എല്ലാം കുളിർമയേകുന്ന വ്യത്യസ്തമായ ട്രാവൽ വ്ളോഗുകളായിട്ട് ഞാൻ ഓരോ ദിവസവും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളാണ് ഓൾമൈറ്റി. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.